ും മുസ്ലിങ്ങളുണ്ടോ? എല്ലാം ബോഡി തോന്നും. നോക്ക്, അതായത് ഇപ്പൊ ഇവർക്ക് ഈ അദ്നാൻ റഷീദ് പറഞ്ഞത് ഇവര് കേൾക്കാത്തത് കൊണ്ടോ മനസ്സിലാക്കാത്തത് കൊണ്ടോ അല്ല. ഇപ്പൊ ഇന്ന് ഇംഗ്ലീഷ് ഒരു കാലഘട്ടത്തിൽ കാഫിറിന്റെ ഭാഷയാണ്, ഹറാമാണ്, നരകത്തിന്റെ ഭാഷയാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നെങ്കിലും ഇന്ന് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ഒക്കെ തുടങ്ങിയിരിക്കുന്നത് ഇവരാ. സ്പോക്കൺ ഇംഗ്ലീഷ് വീട്ടിൽ താമസിച്ച് പരിശീലനം നൽകുന്നതൊക്കെ ഇവരാ. അതുകൊണ്ട് അദ്നാൻ റഷീദിനെ പോലെയുള്ള ആളുകളെ ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാ? വാചാലത കൊണ്ട് ഒരാളെ ജയിക്കാൻ സാധിക്കുമെന്നുള്ള മിഥ്യാധാരണ കൊണ്ട് മാത്രമാണ്. അതല്ലാതെ ചരിത്രപരമായിട്ടോ അതല്ലെങ്കിൽ പ്രമാണങ്ങളിലൂടെയോ ഒരിക്കലും ഇവരുടെ ആശയങ്ങൾ എന്താണ് എന്ന് ന്യായീകരിക്കാൻ ഇവർക്ക് പറ്റില്ല. കാരണം ഇപ്പൊ 6 വയസ്സുള്ള കുഞ്ഞിനെ 53കാരൻ കണ്ടു മോഹിച്ചു, അതിനെ കെട്ടണം എന്ന് വാശി പിടിച്ചു, നിർബന്ധം പിടിച്ചു. മിതഭാഷിയും ഓവർ ഭക്തനുമായിരുന്ന അബൂബക്കറിനെ ദൈവിക വെളിപാട് എന്ന് പറഞ്ഞ് ട്രാപ്പിലകപ്പെടുത്തി ആ കൊച്ചിനെ പിടിച്ചെടുത്തിട്ട് ആ കൊച്ചിനെ വച്ചിട്ട് 100 കണക്കിന് പെണ്ണുങ്ങളുടെ പിന്നാലെ പോയ ഈ പ്രവാചകനെ ഈ കാലഘട്ടത്തിലും വന്ന് കോട്ടിട്ട് ഇവർക്ക് ന്യായീകരിക്കാൻ സാധിക്കണമെങ്കിൽ അദ്നാൻ റഷീദിനെ പോലെയുള്ള ഇത്തരം ആളുകൾക്ക് ഇത് സാധിക്കൂ. ഇവരെ കേൾക്കുന്ന ആളുകൾ, മദ്രസ പൊട്ടന്മാരായിട്ടുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും അതെടുത്ത് കൊണ്ടു നടക്കും. ഇപ്പോ പ്രവാചകൻ 6 വയസ്സിൽ അറ കൂടിയോ, 10ാം വയസ്സിലല്ലേ എന്ന് അലിയാർ കാസിമി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൈയടിച്ച് സ്വീകരണമാണ് കിട്ടിയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 6 വയസ്സായിരുന്നാലും 9 വയസ്സായിരുന്നാലും 10 വയസ്സായിരുന്നാലും ശരി, അതൊരു പൈതല് തന്നെയാണ്. നമ്മുടെ വീട്ടിലെ 20ഉം 22ഉം വയസ്സുള്ള കുട്ടികൾക്ക് എത്രമാത്രം മെച്യൂരിറ്റി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ കാണുക, നമ്മൾ അറിയുക, നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ 6ഉം 10ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ മെച്യൂരിറ്റി എന്താണെന്ന് നമുക്കറിയില്ലേ? ഇപ്പം അതുപോലെ സ്വന്തം ഉമ്മയെ കെട്ടാനും ഭോഗിക്കാനും സ്വന്തം മകളെ കെട്ടാനും ഭോഗിക്കാനും ഒക്കെ ഖുർആനിലല്ലല്ലോ, ഷാഫി മദ്ഹബിലല്ലേ, ഹദീസിലല്ലേ എന്ന് പറയേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് ഇവർ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അദ്നാൻ റഷീദിനെ പോലെയുള്ള ആളുകൾക്ക് മാത്രമേ ഇവരെ പിടിച്ചു നിർത്താൻ പറ്റൂ. 6 വയസ്സ് എന്നത് ഏത് കാലഘട്ടത്തിലായിരുന്നാലും അതൊരു ശൈശവ അവസ്ഥയാണ്. ഹോർമോൺ മാറ്റങ്ങളോ ശാരീരികമായിട്ടുള്ള പൂർണ്ണതയോ ഇല്ലാത്ത ഒരു പ്രായത്തിൽ ആ കുഞ്ഞല്ല എന്ന് പറയണമെങ്കിൽ ഇവന്റെ വീട്ടിലെ കുഞ്ഞിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവന്റെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത് അശാസ്ത്രീയമാണ് എന്ന് ഈ മദ്രസ പൊട്ടന്മാരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ലൈംഗികവും സാമൂഹികവുമായിട്ടുള്ള ഒരു കരാറിന് അഥവാ ഒരു കോൺട്രാക്ട്, ഒരു സിവിൽ കോൺട്രാക്ട് വിവാഹം, അതിനാവശ്യമായിട്ടുള്ള പക്വത 6 വയസ്സുകാരിക്കുണ്ട് എന്ന് പറയണമെങ്കിൽ ഇവൻ തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുന്നവനാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ബാല്യം എന്ന് പറയുന്നത് സംരക്ഷിക്കപ്പെടേണ്ടുന്ന ഒന്നാണ്. ഒരു 6 വയസ്സുകാരിക്ക് സ്വന്തം നിലയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ പ്രായത്തെ പോലും ദുർവ്യാഖ്യാനം ചെയ്യുന്നത് 6ാം നൂറ്റാണ്ടിലെ മതം ശവപ്പെട്ടിക്കകത്ത് വെച്ച് അവസാനത്തെ ആണിയടിക്കാനാണ് ഈ റഷീദ് വന്നിട്ടുള്ളത് എന്ന് ഉറപ്പല്ലേ? അതുകൊണ്ടാണ് അവർക്കിത് ദുർവ്യാഖ്യാനം ചെയ്യേണ്ടി വരുന്നത്. നമ്മൾ നേർക്ക് നേരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമുക്കിതൊന്നും പെയിന്റ് അടിച്ച് വളച്ചൊടിക്കേണ്ട കാര്യമില്ല. ലോകമെമ്പാടുമുള്ള ബാലവേലയും ബാലവിവാഹവും തെണ്ടലും അടക്കമുള്ള സകലമാന ചൂഷണങ്ങളെയും ന്യായീകരിക്കാനല്ലേ 6 വയസ്സുള്ള കുഞ്ഞല്ല എന്ന് പറയുമ്പോൾ അതിനകത്തെ അപകടം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. സമൂഹത്തിൽ ഏത് രൂപത്തിലുള്ള ബോധമാണ് ഇവര് നൽകുന്നത്? അപ്പൊ പ്രവാചകന്റെ കാലഘട്ടത്തിലെ കാലാവസ്ഥ, ശാരീരികാവസ്ഥ ശരി ഇന്നത്തതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായേക്കാം. പക്ഷേ 6 വയസ്സുള്ള കുഞ്ഞല്ല എന്ന് പറയുമ്പോൾ ഇവര് പറയുന്നത് പോക്സോ അടക്കമുള്ള വിഷയങ്ങൾ നിയമവിധേയമാണ് എന്ന് കാണിക്കേണ്ടി വരും. നമുക്കിത് ഏകപക്ഷീയമായിട്ടുള്ള ഇവന്റെ മാത്രം ന്യായീകരണങ്ങളൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഒരു മതപ്രബോധകൻ എന്ന നിലയിൽ ഇത്തരം ഒരു നിലപാട് ഒരാൾ സ്വീകരിക്കേണ്ടി വരുന്നത് കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്ക് മതപരമായിട്ടൊരു സാധൂകരണം നൽകുന്നതിന് തുല്യമാണ്. ഇത് അപകടമാണ്. ആധുനിക ലോകം കുട്ടികളുടെ അവകാശങ്ങളെയും സംരക്ഷണങ്ങളെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ, അതിനെക്കുറിച്ച് വാചാലമായി സംസാരിക്കുമ്പോൾ, കുട്ടികൾക്ക് ഗുഡ് ടച്ചും ബാഡ് ടച്ചും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അതിന് ഘടകവിരുദ്ധമായി ഇത്തരം പ്രസ്താവനകൾ സമൂഹത്തിന് തെറ്റായിട്ടുള്ള സന്ദേശമാണ് നൽകുന്നത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കണ്ടാലുടനെ ലൈംഗിക ഉദ്ധാരണം ഉണ്ടാകുന്ന ഒരു സമൂഹത്തിൽ ഇതുപോലെയുള്ള അപകടകാരികളെ തളയ്ക്കേണ്ടത് അനിവാര്യമാണ്. ഏതെങ്കിലും തെളിവുകളുടെ കൂട്ടുപിടിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്കെതിരായിട്ടുള്ള ചൂഷണങ്ങളെ ന്യായീകരിക്കുന്നതും കുട്ടി എന്ന വാക്കിന്റെ നിർവചനത്തെ തന്നെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നതും അപകടകരമായിട്ടൊരു പ്രവണതയാണ്. ശാസ്ത്രവും യുക്തിയും മനുഷ്യാവകാശങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ഒരാൾക്കും ഇത്തരം ഒരു വാദത്തെ അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പം നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത്, ഒരു പുരുഷൻ
ഒരു കുഞ്ഞിനെ നോക്കുമ്പോൾ അവൻ പറഞ്ഞതാ 5 വയസ്സുള്ള ഒരു കുഞ്ഞാണെങ്കിൽ പോലും ആ കുഞ്ഞിനെ അവൻ നോക്കുമ്പോൾ അവന്റെ ഉള്ളിലുള്ള പുരുഷ ഹോർമോൺ അഥവാ ടെസ്റ്റോസ്റ്റിറോൺ അവനോട് പറയുമത്രേ, പെണ്ണെ നീ ഒരു ഇറച്ചി കഷ്ണമാണ്, എനിക്ക് ഭോഗിക്കാനുള്ള എന്റെ കാമദാഹം ശമിപ്പിക്കാനുള്ള വെറും ഒരു ഭോഗവസ്തുവാണ് എന്ന് ഇവന്റെ ഹോർമോൺ ഇവനോട് പറയുമ്പോഴാണ് 5 വയസ്സുള്ള കുഞ്ഞിനെ പോലും ഒരു ഉസ്താദ് കയറി പിടിക്കുന്നത് എന്ന് പറഞ്ഞ ബാലുശ്ശേരി അടക്കമുള്ള പണ്ഡിതന്മാർ ഇന്നും ഈ സമൂഹത്തിൽ സ്വൈരവിഹാരം നടത്തുമ്പോൾ അവനെതിരെ ഒരു കേസ് കൊടുക്കാൻ പോലും നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ, നമ്മുടെ സമൂഹത്തിലെ, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ ഒരൊറ്റ മത നേതാക്കന്മാർ തയ്യാറായിട്ടില്ല. അയാളെ വിമർശിക്കാൻ തയ്യാറായിട്ടില്ല. അയാൾക്ക് ബോൽബലകമായിട്ടുള്ള തെളിവുമായിട്ട് മറ്റൊരു മുജാഹിദ് പ്രവർത്തക വരുന്നു. ഒരു പുരുഷൻ ഒരു പെണ്ണിനെ നോക്കുമ്പോൾ അവന്റെ ഹൈപ്പോതലാമസ് ഉദ്ദീപിപ്പിക്കുകയും അവന്റെ ഉള്ളിലെ പുരുഷ ഹോർമോൺ ഉണർന്ന് പ്രവർത്തിക്കുകയും അത് ഹൈയിലേക്ക് എത്തുമ്പോൾ പുരുഷനാണ് പെണ്ണിനെ കയറി പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകുമെന്നും ഈ സാഹചര്യത്തിൽ ആണിനെയും പെണ്ണിനെയും ഇടകലർത്തി ഇരുത്തരുത് എന്നും പറഞ്ഞിട്ട് മുജാഹിദ് പണ്ഡിതന്മാരും പണ്ഡിതകളും വരുവാണ്. അപ്പോൾ അദ്നാൻ റഷീദ് മാത്രമല്ല, അതേ മാനസികാവസ്ഥയും അതേ കാഴ്ചപ്പാടും സ്വീകരിക്കുന്ന, അത് സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന ഒരു പിടി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഏതായാലും അദ്നാൻ റഷീദിന്റെ ഈ കൂടുതൽ റെസ്പോൺസ് നമ്മൾ വരുമെന്നാ വിചാരിക്കുന്നത്. ഇവിടെ ആരെ എല്ലാ മുസ്ലിങ്ങളും ഓടി, ഇനി ആയിക്കിടെ നമ്മുടെ മുജാഹിദ് അമ്മാവൻ മാത്രമാണ് താഴെ ഇരിക്കുന്നത്. അമ്മാവൻ ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയണ്ട അമ്മാവ? അമ്മാവൻ മാന്യമായിട്ട് സംസാരിക്കണേ കുഴപ്പമില്ല. അമ്മാവോയ്, അമ്മാവൻ ഇവിടെ ഉണ്ട്, പാനലുണ്ട്. അമ്മാവ മൈക്കാൻ മ്യൂട്ട് ചെയ്തോ, നബിചര്യ പറയരുത്, വേറെ ഒന്നും കുഴപ്പമില്ല. അമ്മാവ അമ്മാവൻ മൈക്കാൻ മ്യൂട്ട് ചെയ്യുന്നില്ലല്ലോ. കേൾക്കുന്നുണ്ടോ? അമ്മാവൻ ഡീസന്റ് ആവണം, വേറെ പ്രശ്നമൊന്നുമില്ല, മാന്യമായിട്ട്. അല്ല, നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ? കേക്ക് പറയട്ടെ, ടീച്ചർ പറയട്ടെ, ടീച്ചർ മൈക്കിൽ കിട്ടെ. എല്ലാവർക്കും കേൾക്കാം, താങ്കൾ അല്ല മോഹൻ ബ്രദറെ വേറെ വള്ളി വിട്ടി പിടിക്കല്ലേട്ടോ പ്ലീസ്. കണ്ടാ മതി, നമ്മളെ ഈ സീനിലില്ല, കണ്ടാ മതി. അമ്മാവ ഇപ്പൊ തൽക്കാലം ടീച്ചർ മൈക്ക് എടുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അമ്മാവൻ ഞാൻ മൈക്ക് എടുത്തു, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കേൾക്കാമെന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തിന് ജാമിത ജാമിത എന്ന് കാറുന്നത്? ഞാനിവിടെ ഉണ്ടല്ലോ. റെസ്പോൺസ് ചെയ്യണ്ടേ? വിളിച്ചാൽ മറുപടി പറയണ്ടേ? നിങ്ങൾ കേൾക്കുമ്പോ ഇല്ലെന്ന് എനിക്ക് അറിയില്ലല്ലോ. ചോദ്യം വരട്ടെ. അമ്മാവന്റെ ചോദ്യം രാവിലെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഒരു കാര്യം അതിനാഴ്ച ഇപ്പൊ ലൈവിലുണ്ട്, യൂട്യൂബ്, അവിടെ പോയിട്ട് ചോദിക്കാവോ? ഇതെല്ലാം പറയാമോ? ധൈര്യമുണ്ടോ? വെല്ലുവിളിക്കുക. അതാണ് യൂട്യൂബിൽ എപ്പോഴും. താങ്കൾ ഒരു കീലേരി അച്ചുവാകരുത് കേട്ടോ, താങ്കൾ ഒരു കീലേരി അച്ചുവാകരുത്. താങ്കൾക്ക് എന്തെങ്കിലും ഈ വിഷയത്തിൽ ഈ റൂമിനകത്തിരുന്ന് പറയാനുണ്ടോ? താങ്കൾക്ക് എന്തെങ്കിലും ഈ റൂമിനകത്ത് ഇവിടെ ഇരുന്ന് സംസാരിക്കാനുണ്ടോ? അതായത് അവരോടുണ്ടോ ഇവരോടുണ്ടോ എന്ന് ചോദിക്കുന്നതേ ചങ്കൂറ്റമല്ല. അവരോടുണ്ടോ? അവിടെ നിൽക്ക്. രാവിലെ ചോദിച്ചവരോട് പറയൂ, അത്രയും ധൈര്യം ഉണ്ടെങ്കിൽ, ഇത്രയും ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ ആരും പോയി സംസാരിച്ചോളൂ. അതിനാഴ്ച പോയിട്ട് യൂട്യൂബിൽ ലൈവിൽ പോയി സംസാരിക്കും. ധൈര്യം ഉണ്ടോ? ഇതൊന്ന് കേട്ടെ. അത് കേൾക്കുന്നില്ല. ജാമ്യത ബബടിക്കല്ലേ? അവിടെ പറഞ്ഞു, ടീച്ചർ ഓൾറെഡി പറഞ്ഞു. പോയിട്ട് അതിനാണ് യൂട്യൂബ് ലൈവിൽ പോയിട്ട് ഇതൊക്കെ പറയും. നിങ്ങൾ പറഞ്ഞ എല്ലാ കണക്ട് ചെയ്യാമോ? ഇവിടെ ഒന്ന് കണക്ട് ചെയ്യാം. ജാമ്യ യൂട്യൂബ് ലൈവ് അല്ലേ? ജാമ്യ യൂട്യൂബ് ലൈവ് അവിടെ കണക്ട് ചെയ്തോളൂ. കാണാലോ.
അവിടെ പോയിട്ട് സംസാരിക്കും. അല്ല, അവിടെ ജാമിത മറുപടി പറയട്ടെ. ജാമിത അതിന് മറുപടി പറയട്ടെ. ജാമിത മറുപടി പറയട്ടെ. എന്റെ ചോദ്യത്തിന് ജാമിത മറുപടി പറയട്ടെ. ഇല്ല, ജാമിത അതിന്റെ മറുപടി പറയട്ടെ. ന്യൂക്ലിയർ ആയിരുന്നാലും എക്യൂപ്പ് ആയിരുന്നാലും ഈ റൂം വളരെ കൃത്യമായിട്ട് മോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റൂ. നമുക്ക് ടൈം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ഇത് മോഡ് ചെയ്യണം. അമ്മാവൻ മ്യൂട്ട് ചെയ്യൂ, ടീച്ചർ സംസാരിക്കട്ടെ. അമ്മാവൻ മ്യൂട്ട് ചെയ്യൂ, സംസാരിക്കട്ടെ, ടീച്ചർ സംസാരിക്കട്ടെ. അമ്മാവനൊന്ന് മ്യൂട്ട് ചെയ്യൂ, ടീച്ചർ സംസാരിക്കട്ടെ. ജാമിത 6 മാസം മറിച്ച് പഠിപ്പിച്ച നീ ടീച്ചറാവോ? ജാമിത അമ്മാവനൊന്ന് മ്യൂട്ട് ചെയ്യൂ. നീ ഏത് സ്കൂളിൽ ജാമിത പഠിപ്പിച്ചേ? അമ്മാവനൊന്ന് മ്യൂട്ട് ചെയ്യൂ, ടീച്ചർ സംസാരിക്കട്ടെ. 6 മാസം വെറും മദ്രസയിൽ പഠിപ്പിച്ചതിന്റെ പണ്ടെന്നോ കാലത്ത് 6 മാസം മറിച്ച് പഠിപ്പിച്ചെങ്കിൽ ടീച്ചറാവും. മോഡറേറ്റേഴ്സ് വ്യക്തിത്വം ചെയ്യാമെന്നാണ്. പേഴ്സണൽ അറ്റാക്കാണ്. ഒരു മിനിറ്റ്, ഞാൻ താഴത്തോട്ട് ആക്കിയിട്ടുണ്ട്. ടീച്ചർ സംസാരിച്ചിട്ട് പിന്നെ എടുക്കാം. ഓക്കെ, അമ്മാവൻ പോകരുതേ. ടീച്ചർ അതായത് എനിക്ക് പറയാനുള്ളത് കൃത്യമായ കേൾക്കാമോ? അതായത് നമ്മളിപ്പോൾ ഈ റൂമിനകത്തിരുന്ന് സംസാരിക്കുന്നു. അപ്പോൾ അവരോട് സംസാരിക്കാമോ, ഇവരോട് സംസാരിക്കാമോ, അവരോട് സംവദിക്കാമോ, ഇവരോട് സംവദിക്കാമോ എന്ന് ചോദിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? താങ്കൾക്ക് ആ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ടാണ്. ഞാൻ ആരോട് സംസാരിക്കണം, ഞാൻ ആരോട് സംവദിക്കണം എന്നത് എന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. അതിനകത്ത് ഇടപെടാൻ താങ്കൾ ആരാ? ഇപ്പൊ ആരിഫുമായിട്ട് അദ്നാൻ റാഷിദ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാമോ, നിങ്ങൾക്ക് അത് ചെയ്യാമോ, ഇത് ചെയ്യാമോ എന്ന് ചോദിക്കണമെങ്കിൽ താങ്കൾ എന്തിനാണ് ഈ കീലേരി അച്ചുവാകുന്നത്? ഈ മതം താങ്കളുടെയും കൂടി മതമല്ലേ? താങ്കളും കൂടി പാച്ചതല്ലേ ഇത്? അപ്പൊ ഞാൻ മദ്രസയിൽ പാച്ചോ, ഞാൻ അറബിക് കോളേജിൽ പാച്ചോ, ഞാൻ ഏത് സ്കൂളിൽ പാച്ചതാണ്, ഞാൻ എവിടത്തെ ടീച്ചറാണ് എന്ന് ചോദിക്കുന്നതിനേക്കാൾ ഏറെ നേരം നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ പ്രവാചകൻ ഒരു അധ്യാപകനായിരുന്നോ? നിങ്ങളുടെ പ്രവാചകന് ഏതൊക്കെ ഭാഷകൾ അറിയാമായിരുന്നു? നിരക്ഷരനായിട്ടുള്ള പ്രവാചകന് 1400 കൊല്ലങ്ങളായി ഒരു മുഴുവൻ സമുദായത്തെയും സംസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ എന്തേ സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ, പഠിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ലേ? അള്ളാഹു സർവ്വവിജ്ഞാനകോശമാണോ? അറബി ഭാഷയല്ലാതെ ഏതെങ്കിലും ഒരു ഭാഷ പഠിച്ചവൻ അറിയാമോ? അപ്പോൾ അദ്നാൻ റഷീദിനോട് സംസാരിക്കണോ വേണ്ടേന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഇട്ട വിഷയത്തിൽ താങ്കൾ ഈ റൂമിനകത്തേക്ക് കയറി വന്നത് എന്തിനാ? ഈ വിഷയത്തിൽ സംസാരിക്കാനല്ലേ? താങ്കൾ ചാറ്റ് ബോക്സിൽ എഴുതിയിട്ടത് എന്താ? ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടല്ലേ? അതെന്താ അദ്നാൻ റഷീദിന്റെ ചങ്കൂറ്റം കണ്ടിട്ടാ താങ്കളുടെ തർക്കിക്കാൻ വന്നത്? ജാമിദയുടെ ചിറകിൽ വിശ്വസിക്കുന്ന ആളാ, ആരാന്റെ മരത്തിന്റെ ഉണങ്ങിയ കൊമ്പിൽ വിശ്വസിക്കുന്ന ആളല്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇവിടെ ഇരുന്നിട്ട് താങ്കൾക്ക് ചർച്ച ചെയ്യാൻ ധൈര്യമുണ്ടോ? മാന്യമായിട്ട് സംസാരിക്കണം. താങ്കൾ മദ്രസയിൽ പഠിച്ചതും താങ്കളുടെ വാപ്പായും ഉമ്മായും വീട്ടിനകത്ത് കിടന്ന് ഒലത്തി തന്നതുമായിട്ടുള്ള സംസ്കാരം ഇവിടെ വന്നെടുത്ത് ഛർദ്ദിക്കരുത്. മനസ്സിലായോ? അമ്മ, നമ്മളിവിടെ ഒരു ടോപ്പിക് ഇട്ടുണ്ട് അമ്മാവ. അദ്നാൻ റഷീദിന്റെ കാര്യത്തിൽ അമ്മാവന്റെ ഒരു അഭിപ്രായം പറ, അല്ലാതെ അവിടെ പോകുമോ ഇവിടെ പോകുമോ. അമ്മാവനൊരു കാര്യം ചെയ്യും, UK ഒരു ടിക്കറ്റും ഒരു 2 ലക്ഷം രൂപയുടെ ചെലവിനുള്ള പൈസ കൊണ്ട് ഞാൻ പോയി ചോദിക്കുകയാണ്. അതായത് പിന്നെ ഇവിടെ ഒരു ലൈവ് ഇട്ട് കഴിയുമ്പോൾ അദ്നാൻ റഷീദിന് അതിന് ഇങ്ങോട്ട് വന്നാൽ നമ്മൾ ആരെങ്കിലും പുള്ളിനെ വിലക്കുന്നുണ്ടോ? പുള്ളിനേക്കാൾ ഫേമസ് ആണ് ഞങ്ങൾ ഒന്നാമത്തെ വേലക്കാരും കൂടിയാണ്. അപ്പൊ പുള്ളിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ഒന്നാണ് ചോദിക്കേണ്ടത്, ഞങ്ങളല്ല അങ്ങോട്ട് പോയി ചോദിക്കുന്നത്. അമ്മാവ, ഇപ്പോ അമ്മാവനറിയാലോ സംസാരിക്കാം. ഓക്കെ, ജാമ്യത ഓരോ മക്കൾക്കും ഒരു അപ്പനുണ്ടായത് അത് വിചാരല്ലേ? അമ്മാവ് ഇവിടുത്തെ ടോപ്പിക്കിൽ നിന്ന് സംസാരിക്കാം. അതെ, ടോപ്പിക്കാണ്. അതെ അതെ, അതാണ് വിഷയം. ഫാത്തിമയുടെ പിതാവ് എങ്ങനെയാ ജാമ്യത ഓരോ മക്കൾക്കും ഒരു അപ്പനുണ്ടായത് എങ്ങനെയാ? അതെങ്ങനെയാ? അത് മോശമല്ലേ? അമ്മാവൻ ഡീസന്റ് ആയി. കോഴിക്കോട് ഒരു നബി സംസ്കാരം ഇവിടെ പാടില്ല. ഞാൻ താഴെ ഇട്ടേക്കണം. അമ്മാവൻ നബിയുടെ വചനങ്ങൾ ഇവിടെ ഉദ്ധരിക്കാൻ പാടില്ല എന്ന് നമ്മൾ അമ്മാവന്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മാവൻ ഇത് കേൾക്കുന്നില്ല. അമ്മാവ, നിങ്ങളുടെ ഇസ്ലാമിൽ തന്നെ ഒരു 2 അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഫാത്തിമയുടെ പിതാവ് വേറെയാണെന്നൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല കേട്ടോ, ചിലപ്പോൾ ഞാൻ തെറ്റായിരിക്കാം. അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, ഫാത്തിമയുടെ പിതാവ് മുഹമ്മദ് അല്ല. കാരണം മുഹമ്മദ് ആരുടെയും പിതാവല്ല എന്ന് ഖുറാനിലെ ആയത്തുണ്ട്. പ്രവാചകൻ ആരുടെയും പിതാവല്ല. പണ്ട് നിസു പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, പ്രവാചകൻ ആരുടെയും പിതാവല്ല. അങ്ങനെയാണെങ്കിൽ ഫാത്തിമയുടെ പിതാവ് ആരാണെന്നുള്ള ചോദ്യം വരും.
അപ്പൊ കുഴപ്പമില്ല അമ്മാവ, അവൻ കൂടുതലും ഖുർആൻ അധികം പഠിക്കാത്തോണ്ടായിരിക്കാം. അല്ല ന്യൂക്ലിയർ പെട്ടി